ഇന്നൊരു ഓഫുള്ള ഡേ ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓഫ് എന്ന് പറയാൻ പറ്റില്ല, കഷ്ടപ്പെട്ട് തല്ലുകൂടി വാങ്ങിച്ച ലീവ് എന്ന് പറയാം. അങ്ങനെ കിട്ടിയ ലീവാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്തു പോയിട്ട് വരാന്ന്. പിന്നെ നമുക്ക് സ്ഥിരമുള്ള സ്ഥലം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ആണല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ വന്ന് കുറെ നേരം ഇരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതെന്തത് ആ അങ്ങനെ ഇരുന്ന് കുറെ നേരം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു വന്നു കേട്ടോ. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് വന്നപ്പോ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ ഈ കണ്ടന്റ് ക്രിയേഷൻ എന്തൊരു പാടാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഓരോ ദിവസവും കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും. ഇപ്പോഴാണ് എനിക്ക് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ വില മനസ്സിലാവുന്നത്. എന്ന് വെച്ചാൽ ഒരു വീഡിയോ ഉണ്ടാക്കാനായിട്ട് എത്ര നേരം വേണമെന്നറിയോ, അത് എഡിറ്റ് ചെയ്യാൻ എത്ര നേരം എടുക്കും അറിയാമോ? ജാതിപ്പാട്. എന്ത് ചെയ്യും. എന്നാലും നമുക്ക് ഓരോ ദിവസം ഓരോ കണ്ടന്റ് ഇടണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ സമയപരിമിതി കാരണം ഇടാൻ പറ്റാറില്ല. അതെന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിക്കരുത്. ജോലിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് മടി അല്ലെങ്കിൽ വയ്യ എന്നൊക്കെ പറയാം. സത്യം പറഞ്ഞാൽ ആൾക്കാര് പറയും മടിയാണെന്ന്. ആ സംഭവം തന്നെ. പക്ഷെ വീഡിയോ ഞാൻ ഇടും. എല്ലാ ദിവസവും കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് എന്തോ ചെയ്യണം എന്നാണ് ഞാൻ ഇപ്പൊ ആലോചിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും കണ്ടന്റ് കിട്ടുന്നുണ്ടല്ലോ, എനിക്ക് മാത്രം എന്താ കിട്ടാത്തത്? എനിക്ക് പറ്റിയ പണിയല്ലെന്ന് അറിഞ്ഞിട്ടും ഇതിലേക്ക് ഞാൻ എന്തിനാണ് ചാടി വീണതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ചെയ്യും. ഞാൻ അങ്ങനെ വിട്ടൊന്നും കൊടുക്കൂല. നോക്കിക്കോ, ഇതെന്റെ മൂന്നാമത്തെ വീഡിയോയ. ഇതിലെങ്കിലും കാരണടാ ഞാൻ ഉണ്ണീനെ വിളിക്കാണ്, കാണിച്ചു തരാം. ആരാണ് ഉണ്ണീന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്റെ അനിയത്തിയാണ്. പക്ഷെ സത്യം എടുക്കുന്നില്ല എന്ന് തോന്നുന്നു. എന്താ എടുക്കാത്ത? എന്റെ കുപ്പായൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ? കൊച്ചെടുക്കൊന്നുമില്ല. ഇതില് വിളിക്കാൻ വേണ്ടിട്ട് അതില് വീഡിയോ എടുക്കുന്നു, അതുകൊണ്ട് ഇതെടുത്തത്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കണ്ടറിഞ്ഞൂടെ? ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കുറച്ച്. അപ്പൊ അതൊന്നും കേൾക്കണില്ല എന്നുള്ളതാണ് അർത്ഥം. കേക്കണ്ട? കേക്കണില്ല കേട്ടാ. ഓൾഡ് മാൻ, എന്റെ സാരിയൊക്കെ നീ കഴിക്കോ? അമ്മയുടെ എനിക്ക് തയ്ക്ക വേണമെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കണം. സാരി അങ്ങനെ തന്നെ ഇരിക്കണം. ചുരിദാർ വേണ്ട, എനിക്ക് അങ്ങനെ തന്നെ ഇരുന്ന് കണ്ടാ മതിയെന്ന്. ആ കീറൊന്നും പോവില്ല, അങ്ങനെ ഇരുന്നാ മതി. മണ്ടിയല്ലടി പ്രാന്ത്. അമ്മയുടെ മറ്റേ സാരി ഒന്നും എടുക്കരുത്. അതാണ് ഓക്കെ, അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കൂല. ഏത് മന്ത്രി? അല്ല, നിങ്ങക്ക് മറ്റേ ജൂൺ 15 തൊട്ട് ബസ് യാത്ര ഫ്രീ ആണല്ലോ. പിങ്ക് ബസ് ഉണ്ടോ അവിടെ? എന്താ? ഞാൻ ഈയുടെ പോലെ വീഡിയോ എടുക്കുന്ന ശരിക്കരുത്. ഉടുപ്പ് കൊള്ളാമോ? ഓർഡർ ചെയ്ത് വെച്ചോ, ഞാൻ അടുത്ത മാസം വരുമ്പോ എടുക്കാം. മറ്റേ സ്റ്റേഡിയം അവിടെ ലൈൻ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? ബിരിയാണി തിന്നാൻ പോക്കലാണ്. അങ്ങനെ ബിരിയാണി തിന്നാൻ പോകാനായിട്ട് ഏത് കടയ്ക്ക് പോകണ്ടെന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴക്കൂട്ടം നല്ല കടയുണ്ടോ നമുക്ക് നോക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ചിട്ട് വരാം. ഓക്കെ.